നമസ്കാരം. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് നിനക്കെന്താ കിട്ടിയേ? ആത്മീയതയുടെ വഴിയിലൂടെ പോകുന്ന നമ്മളിൽ പലരും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണിത്, അല്ലേ? അപ്പോൾ എന്താണ് ഈ ദൈവികത എന്ന് പറയുന്നത്? ഇത് പണം കൊണ്ടോ എന്തെങ്കിലും പദവി കൊണ്ടോ അളക്കാൻ പറ്റുന്ന ഒന്നാണോ? ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുപ്പം മുതലേ എനിക്ക് ഈ ആത്മീക കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം പലരും, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ബന്ധുക്കളൊക്കെ ഇല്ലേ, അവർ വന്നിട്ട് നമ്മളെ ശരിക്കും ഉത്തരം മുട്ടിക്കുന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അവരുടെ ചോദ്യം ഇതാണ്: എടാ, നീ ഇത്രയും കാലമായിട്ട് ഈ സാധനയും പ്രാർത്ഥനയുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത്? എന്ത് അനുഗ്രഹമാണ് ദൈവം നിനക്ക് തന്നത്? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം കേൾക്കാത്ത ആത്മീയ വഴിയിലുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും, അല്ലേ? അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത്, നിന്റെ ആ ഓലപ്പുറയൊക്കെ മാറ്റി ഇപ്പോൾ ഒരു 2 നില വീട് വെച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇതുകൊണ്ടൊക്കെയുള്ളൊരു ഗുണം? നിനക്കെന്ത് നേട്ടമാണ് ഇതിൽ നിന്ന് കിട്ടിയതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഇങ്ങനെയാണ് അവരുടെ ചോദ്യങ്ങൾ വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് സാധാരണ മറുപടി കൊടുക്കാൻ പോകാറില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവികമായ അനുഭവമുണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ആ അനുഭവം എന്താണെന്ന് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചെറിയ കഥയുണ്ട്. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപക്ഷേ ആ കഥ കേൾക്കുമ്പോൾ ആ വലിയ സത്യം എന്താണെന്ന് നമുക്ക് പിടികിട്ടിയേക്കാം. അപ്പോ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യമില്ലേ, അതിന്റെ ഉത്തരം ഒരുപക്ഷേ ഈ കഥയിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. കിണറ്റിലെ തവളയുടെ കഥ. ഒരിടത്ത് ഒരു വലിയ സമുദ്രത്തിൽ ജീവിച്ചിരുന്ന ഒരു തവളയുണ്ടായിരുന്നു. അവനൊരിക്കൽ തോന്നി ഈ കരയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന്. അങ്ങനെ അവൻ കരയിലേക്ക് വന്നു. നാടും പുഴയും മരങ്ങളുമൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ അവന് വല്ലാതെ ദാഹിച്ചു. വെള്ളം അന്വേഷിച്ചു നടന്നപ്പോൾ ദാ മുന്നിലൊരു കിണർ. അങ്ങനെ നമ്മുടെ തവള വെള്ളം കുടിക്കാനായിട്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴോ അവൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ കിണറിനകത്ത് വേറെയും ഒരുപാട് തവളകളുണ്ട്. അവരുടെ ലോകമെന്ന് പറയുന്നത് ആ കിണർ മാത്രമായിരുന്നു. അതിന് പുറത്തേക്ക് അവരാരും പോയിട്ടേയില്ല. അപ്പോ ഈ സമുദ്രത്തിൽ നിന്ന് വന്ന പുതിയ അതിഥിയെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായി. കിണറ്റിലെ തവളകൾ അവനോട് ചോദിച്ചു, ഏയ്, നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ എവിടുന്നാ വരുന്നത്? അപ്പോൾ നമ്മുടെ തവള പറഞ്ഞു, ഞാൻ സമുദ്രത്തിൽ നിന്നാണ്. ഇത് കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അവർ പരസ്പരം നോക്കിയിട്ട് ചോദിച്ചു, സമുദ്രമോ? അതെന്തായി സമുദ്രം എന്ന് പറഞ്ഞാലേ? അപ്പൊ സമുദ്രത്തിലെ തവള പറഞ്ഞു, അത് വളരെ വലുതാണ്. ഇത് കേട്ടതും കിണറ്റിലൊരു തവള ചാടി ആ കിണറിന്റെ ഒരു കാൽഭാഗത്തോളം ചാടിയിട്ട് ചോദിച്ചു, ഹേയ്, ഇത്രയും വലുതാണോ നിന്റെ സമുദ്രം? നമ്മുടെ തവള പറഞ്ഞു, ഏയ് അല്ല, ഇതിനേക്കാൾ എത്രയോ വലുതാണ്. അപ്പോൾ വേറൊരു തവള കുറച്ചുകൂടി ശക്തിയിൽ കിണറിന്റെ പകുതിയോളം ദൂരം ചാടിയിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ ചോദിച്ചു, എന്നാ പിന്നെ ഉറപ്പായിട്ടും ഇത്രയും വലിപ്പമുണ്ടാകും അല്ലേ? ഇല്ലല്ല, ഇതിലും ഒരുപാട് വലുതാണ്. സമുദ്രത്തിലെ തവള ക്ഷമയോടെ തന്നെ മറുപടി പറഞ്ഞു. ഒടുവിൽ ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബലവാനായ തവള അവന്റെ സർവ്വശക്തിയുമെടുത്ത് കിണറിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഒറ്റ ചാട്ടം. എന്നിട്ട് കിതച്ചോണ്ടവൻ പറഞ്ഞു, നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ സമുദ്രം ഇതിലും വലുതാകാൻ ഒരു വഴിയുമില്ല. ഇനി ഇതിലും വലുതാണെന്ന് നീ പറയുകയാണെങ്കിൽ ഉറപ്പാണ് നീ നുണ പറയുകയാണ്. അല്ല, ശരിക്കും ആ കിണറ്റിലെ തവളകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ ലോകം എന്ന് പറയുന്നത് ആ കിണർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സമുദ്രത്തിലെ തവള ഒരു കാര്യം തീരുമാനിച്ചു: ഈ സത്യം എന്താണെന്ന് അവരെ കാണിച്ചു കൊടുക്കുക തന്നെ. സമുദ്രത്തിലെ തവള പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം ആ സമുദ്രം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കിണറ്റിലെ തവളകൾ പുറം ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. അവൻ അവരെ ആദ്യം ചെറിയ കുളങ്ങൾ കാണിച്ചു, പിന്നെ തോടുകൾ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ അവരുടെ കണ്ണ് തള്ളിപ്പോയി. പിന്നെ അവൻ അവരെ വലിയ പുഴകളും കായലുകളും കാണിച്ചു കൊടുത്തു. ഓരോന്ന് കാണുമ്പോഴും അവരുടെ അത്ഭുതം കൂടിക്കൂടി വന്നു. ഒടുവിൽ അവൻ അവരെ എല്ലാവരെയും കൊണ്ട് ആ വലിയ സമുദ്രത്തിന്റെ തീരത്തെത്തി. അവിടെ അങ്ങകലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരറ്റമില്ലാത്ത ആ മഹാസമുദ്രം കണ്ടതും അവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായിപ്പോയി. അപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്. മറ്റേ തവള പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു. ഇത് ശരിക്കും പരബ്രഹ്മം പോലെ അനന്തമായി കിടക്കുകയാണ്. വാക്കുകൾ കൊണ്ടൊന്നും ഒരിക്കലും വിവരിക്കാൻ പറ്റാത്തത്ര വലിയൊരു സത്യം. അപ്പോ ഈ കഥയിലെ സമുദ്രം എന്താണോ, അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദൈവികതയും. അത് നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, കിണറ്റിലെ തവളയുടെ ഒരു ചാട്ടം കൊണ്ട് ആ മഹാസമുദ്രത്തെ അളക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടോ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ കൊണ്ടോ
എന്തിന് വാക്കുകൾ കൊണ്ടുപോലുമോ നമ്മുടെ ഉള്ളിലെ ആ ദൈവികമായ അനുഭവത്തെ അളക്കാനോ വിവരിക്കാനോ പറ്റില്ല. അത് സ്വയം അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒന്നാണ്. അപ്പോൾ നമുക്ക് നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും സാധനകളൊക്കെ ചെയ്തിട്ടും അവസാനം എന്ത് കിട്ടി? എന്താണിതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള പ്രതിഫലം? ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികതകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് 5 ബെൻസ് കാർ കിട്ടുമെന്നോ കുമ്പളത്ത് 2 ഏക്കർ സ്ഥലം കിട്ടുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിനെയൊക്കെക്കാൾ വളരെ വളരെ വലുതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തിനെ അനുഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു അനുഭവം അതുതന്നെയാണ് യഥാർത്ഥത്തിലുള്ള സമ്പത്ത്. അതുതന്നെയാണ് യഥാർത്ഥ പ്രതിഫലം. അതുകൊണ്ട് ഇനി അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ആ പഴയ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ കിണറ്റിലെ തവളയുടെ കഥ ഒന്ന് പറഞ്ഞുകൊടുക്കാൻ സാധിക്കും. എന്തായാലും ഇത്രയും നേരം ഇത് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ.